ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെൻറ്റർ ഫോർ CS സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ലെക്സിക്കൽ അനലൈസറും ഫേസസ് ഓഫ് കമ്പൈലറും ഒക്കെ പഠിച്ചു അല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻസും എന്തൊക്കെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനകത്ത് വരുന്നത് എന്നുള്ളതുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ അല്ലെങ്കിൽ CFG എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത് കുറച്ച് സെറ്റ് ഓഫ് റിക്കേഴ്സീവ് റൂൾസ് ആണ്. അത് പാറ്റേൺസ് ഓഫ് സ്ട്രിങ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ CFGക്ക് എല്ലാ റെഗുലർ ലാംഗ്വേജിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ പോസിബിൾ ലാംഗ്വേജസിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ CFGക്ക് പറ്റില്ല. ഇനി CFG ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രാമർ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ടെർമിനൽസ്, സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്, ഒരു സ്റ്റാർട്ട് സിമ്പൽ, പ്രൊഡക്ഷൻ, ഇത്രയും കൂടി ചേർന്നിട്ടാണ് ഒരു ഗ്രാമർ ഉണ്ടാകുന്നത്. ഗ്രാമറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലാണ് G എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റിൽ നിങ്ങൾ TNSP എന്ന് കാണുന്നുണ്ടാവും. അത് ഇത് തന്നെയാണ്. T എന്ന് പറയുന്നത് ടെർമിനലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. N എന്ന് പറയുന്നത് നോൺ ടെർമിനലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ VT എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ടെർമിനൽസിനെയും VN എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നോൺ ടെർമിനൽസിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. S എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പൽ എന്നുള്ള സ്റ്റാർട്ടിന്റെയാണ് S. 5 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻസ് ആണ്. ചില ടെക്സ്റ്റിൽ ക്യാപിറ്റൽ P വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ടെർമിനൽ എന്ന് പറയുന്നത് നമുക്ക് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ്. അത് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താണ് സ്ട്രിങ് ഓഫ് ലാംഗ്വേജസ് ഉണ്ടാവും. അപ്പോൾ സ്മോൾ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ്, അതിന്റെ കോമ്പിനേഷൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടെർമിനൽ എന്ന് പറയുന്നത്. ഇനി നോൺ ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ആൽഫബറ്റ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. അത് സിന്റാക്റ്റിക് വേരിയബിൾ, സെറ്റ് ഓഫ് സ്ട്രിങ്സിൽ ബിലോങ് ചെയ്യുന്ന സിന്റാക്റ്റിക് വേരിയബിൾസ് ആണ്. ഇനി സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനലിനെ മാത്രമേ നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയേ, എനിക്ക് ഒരു പ്രൊഡക്ഷൻ, രണ്ട് പ്രൊഡക്ഷൻ, ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രൊഡക്ഷൻ ആണ്. അതിൽ ആദ്യം കിടക്കുന്ന ഇതാണ് എൻ്റെ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, S gives A എന്ന് പറയുന്നതാണ് എൻ്റെ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ. ഈ സ്റ്റാർട്ട് പ്രൊഡക്ഷന്റെ ഇടത് സൈഡിൽ കിടക്കുന്ന നോൺ ടെർമിനലിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരൊറ്റ സ്റ്റാർട്ട് സിമ്പിളേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും അതിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന നോൺ ടെർമിനൽ ആയിരിക്കും. അങ്ങനെ പ്രൊഡക്ഷൻസ് വളരെ കുറവാണ്. ഇവിടെ എപ്പോഴും ഒരു നോൺ ടെർമിനൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാർട്ട് പ്രൊഡക്ഷന്റെ, അതായത് ഏറ്റവും ആദ്യം കിടക്കുന്ന പ്രൊഡക്ഷനെ നമ്മൾ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ആ സ്റ്റാർട്ട് പ്രൊഡക്ഷന്റെ ഇടത് ഭാഗത്ത് കിടക്കുന്ന നോൺ ടെർമിനലിനെയാണ് നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് നോൺ ടെർമിനൽസിനെ ഫോളോ ചെയ്തുകൊണ്ട് സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ് അല്ലെങ്കിൽ ടെർമിനൽസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇത് തന്നെ എടുക്കാം. EXPR എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ, എനി എക്സ്പ്രഷൻ. അപ്പൊ ഞാൻ അതിനെ ഒരു നോൺ ടെർമിനൽ E വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോ നമ്മളോട് പറഞ്ഞു നോൺ ടെർമിനൽ, ഇതൊരു നോൺ ടെർമിനൽ ആണ്, ഫോളോഡ് ബൈ ആൻ ആരോ. ഒരു ആരോ ആണ് അതിനെ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം സെറ്റ് ഓഫ് നോൺ ടെർമിനൽസോ അല്ലെങ്കിൽ ടെർമിനലോ ആകാം. അപ്പൊ ഞാനിപ്പോ E gives E+E എന്ന് എഴുതുകയാണെങ്കിൽ അതിൽ ഒരു നോൺ ടെർമിനൽ, അതിനെ ഫോളോ ചെയ്ത് ഒരു ആരോ വന്നു, പിന്നെ കളക്ഷൻ ഓഫ് നോൺ ടെർമിനൽസ് അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ. പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞു നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് എന്നൊക്കെ പറഞ്ഞപ്പോ ടെർമിനൽ ആണ് അല്ലെ, പ്ലസ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് എഴുതുന്നത്, ഒരു പ്രൊഡക്ഷൻ നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സ് നോക്കാം. നമുക്ക് മെയിൻലി 3 ടൈപ്പ് ഗ്രാമർ ആണുള്ളത്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ CSG, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ CFG, പിന്നെ റെഗുലർ ഗ്രാമർ. അതിനെ നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഗ്രാമർ എന്ന് പറയുന്നു. ഇനി ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ടൈപ്പ് 1 ഗ്രാമർ കൺസിഡർ ചെയ്യാം. ടൈപ്പ് 1 ചെയ്യുമ്പോൾ ആൽഫ ഗിവ്സ് ബീറ്റ എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കണം. അതിനോടൊപ്പം
ആ പ്രൊഡക്ഷന്റെ LHS, ഇതാണ് നമ്മുടെ LHS. ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷന്റെ LHS RHS എന്ന് പറയുന്നത് നമ്മുടെ ഇടതും വലതും കൺസിഡർ ചെയ്താൽ മതി. നമ്മുടെ ഇടത് സൈഡിൽ, അതായത് ഈ ആരോയ്ക്ക് മുൻപ് കിടക്കുന്നതാണ് ലെഫ്റ്റ് സൈഡ്. LHS എന്ന് പറയുന്നത് ആരോയ്ക്ക് ശേഷം വരുന്നതാണ് റൈറ്റ് സൈഡ്. അപ്പൊ LHS എന്ന് പറയുന്നതിൽ മിനിമം ഒരു നോൺ ടെർമിനൽ എങ്കിലും ഉണ്ടാവണം. അതുപോലെ തന്നെ RHS എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എണ്ണത്തിൽ കുറയാൻ പാടില്ല. അതായത് ഇടത് സൈഡിൽ ഒരു പ്രൊഡക്ഷനെ ഉള്ളെങ്കിൽ വലത് സൈഡിലും എന്തായിരിക്കണം, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവും. നമുക്ക് ഈ ചോദ്യം നോക്കാം. ഇങ്ങനെയാവും തരിക. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണോ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആണോ, അതാണ് CSG എന്ന് പറയുന്നത്, ടൈപ്പ് 1. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആണോ എന്ന് നോക്കുക. അതിനോടൊപ്പം കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആണ് എങ്കിൽ എന്റെ ഈ സ്ട്രിങ്ങിനെ അത് അക്സെപ്റ്റ് ചെയ്യുമോ, അതായത് എനിക്ക് ഈ പർട്ടിക്കുലർ പ്രൊഡക്ഷനിൽ നിന്ന് ഇതിനെ ഡിറൈവ് ചെയ്യാൻ പറ്റുമോ, AABBCC എന്ന് പറയുന്നതിനെ ഡിറൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ഇതെന്താണോ നോക്കണം, ടൈപ്പ് 1 ഗ്രാമർ ആണോ നോക്കണം അല്ലെ. അപ്പോ ആദ്യം നമുക്ക് പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ ഗിവ്സ് ബീറ്റ എന്ന ഫോർമാറ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാം ആൽഫ ഗിവ്സ് ബീറ്റ ആണ്. കാരണം ലെഫ്റ്റ് സൈഡിലും കുറെ നോൺ ടെർമിനൽസ് ഉണ്ട്, കുറെ വാല്യൂസ് ഉണ്ട്. റൈറ്റ് സൈഡിലും കുറെ ടെർമിനൽസും നോൺ ടെർമിനൽസും കോമ്പിനേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആൽഫ ഗിവ്സ് ബീറ്റ ഫോർമാറ്റിലാണ്. ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഇനി രണ്ടാമത് എന്താ പറയുന്നത്, LHSൽ മിനിമം ഒരു നോൺ ടെർമിനൽ എങ്കിലും വേണം. അതായത് ഈ സൈഡിൽ ഇത് LHS, ഇത് RHS. ലെഫ്റ്റ് സൈഡിൽ മിനിമം ഒരു നോൺ ടെർമിനൽ എങ്കിലും വേണം. ഇവിടെ ക്യാപിറ്റൽ S ഉണ്ട്, ഇവിടെയും ക്യാപിറ്റൽ S ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ B ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ C ഉണ്ട്, ഇവിടെ രണ്ട് നോൺ ടെർമിനൽ ഉണ്ട്, സിയും ബിയും ഉണ്ട്, ഇവിടെ ഒരു നോൺ ടെർമിനൽ ഉണ്ട്, ക്യാപിറ്റൽ C. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി അല്ലെ. ഇനി അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു, നമ്മുടെ RHS എന്ന് പറയുന്നത് LHSനേക്കാൾ എണ്ണത്തിൽ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇവിടെ ഒരു എലമെന്റ് ആണെങ്കിൽ ഇവിടെ മിനിമം ഒരെണ്ണമെങ്കിലും വേണം. ഒന്നിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഫ്യൂവർ സിമ്പിൾസ് ആവാൻ പാടില്ലെന്നേ പറഞ്ഞുള്ളൂ, കുറവാവാൻ പാടില്ലെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവിടെ ഉള്ളതിനേക്കാൾ ഈ പ്രൊഡക്ഷനിൽ എണ്ണത്തിൽ കൂടുതലുണ്ട്, ഇവിടെയും എണ്ണത്തിൽ കൂടുതലുണ്ട്, ഇവിടെ ഇതില് ഇത്രയും ഈ 4 പ്രൊഡക്ഷൻസിൽ തുല്യ എണ്ണമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഗ്രാമർ എന്താണ്, ഒരു ടൈപ്പ് 1 ഗ്രാമർ തന്നെയാണ് അല്ലെ. അപ്പൊ CSD ആണ് നമ്മൾ കൺഫേം ചെയ്തു. ഇനി അടുത്ത് നോക്കേണ്ടത് AABBCC എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമുക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ആണ്, ഏറ്റവും ആദ്യം കിടക്കുന്ന പ്രൊഡക്ഷൻ ആണ് നമ്മൾ എപ്പോഴും ഡിറൈവ് ചെയ്യാൻ വേണ്ടി ആദ്യം എടുക്കുന്നത്. അത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്നും നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് പ്രൊഡക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എടുക്കാത്തത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തരുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ പ്രൊഡക്ഷൻസിനെ കൺസിഡർ ചെയ്യുക. ഈ പേപ്പറിലേക്ക് എടുത്തെഴുതുമ്പോൾ അതേ ഓർഡറിൽ തന്നെ എടുത്തെഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതരുത്. നമ്മളിവിടെ ആദ്യത്തെ പ്രൊഡക്ഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്തു അല്ലെ, S gives ASBC. ഇനി ഇതിൽ നിന്നുകൊണ്ട് എനിക്ക് AABBCC കിട്ടുമോ എന്ന് നോക്കണം. അപ്പൊ S ഉണ്ട്, B ഉണ്ട്, ഈ രണ്ട് നോൺ ടെർമിനലിനും എന്തുണ്ട്, പ്രൊഡക്ഷൻസും ഉണ്ട്. അപ്പൊ അടുത്ത് ഞാൻ ഒരു വാല്യൂ എടുത്തു, എസിന്റെ വാല്യൂ എടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോ S gives ABC എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ ഈ പർട്ടിക്കുലർ എസിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് AABCBC എന്നുള്ള വാല്യൂ കിട്ടി. അപ്പൊ എനിക്ക് ആദ്യം കിട്ടേണ്ടിയിരുന്ന 2A കിട്ടി അല്ലെ, ഉത്തരത്തിന്റെ കുറച്ച് ഭാഗം എനിക്ക് ഇവിടെ കിട്ടി. ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണ്, 2B ഉള്ളതിൽ ഒരു ബിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 3 എലമെന്റ് എനിക്ക് കിട്ടി, ഇനി അടുത്ത 3 എലമെന്റ് ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഈ ക്യാപിറ്റൽ സിയും ബിയും പോയിട്ട് ബാക്കി വാല്യൂസ് കിട്ടും എന്നുള്ളത് നോക്കാം.
അപ്പൊ അടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്, എനിക്കിതില് ബി ബി എന്ന് പറയുന്ന വാല്യൂവും ബി സി എന്ന് പറയുന്ന വാല്യൂവും എനിക്ക് ഉത്തരം തരുന്നുണ്ട്. പക്ഷെ ഈ ബി ബി എന്ന് പറയുന്ന വാല്യൂ, ഈ ബി സി എന്ന് പറയുന്ന വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഈ ബി സി ഇവിടെ വരും. ഈ ബി സിക്ക് പകരം ആ ബി സി വരും. പക്ഷെ അപ്പൊ ബാക്കി എന്ത് കിടപ്പുണ്ടാവും? ഒരു ക്യാപിറ്റൽ ബി കിടപ്പുണ്ടാവും അല്ലെ? എന്റെ ഉത്തരത്തിൽ എനിക്ക് ക്യാപിറ്റൽ ബി ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനെ കളയണം. അതിനെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ബിയെ അവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ ദേ കണ്ടോ ഒരു സി ബി ഉണ്ടല്ലോ, ആ സി ബിയെ വെച്ച് ഞാൻ ബി സിന്ന് റീപ്ലേസ് ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് പ്രൊഡക്ഷൻ വെച്ചാണ് ഞാൻ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ പർട്ടിക്കുലർ സ്റ്റെപ്പിന്റെ നേരെ ബ്രാക്കറ്റിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോ എന്റെ സി ബി എന്ന് പറയുന്നത് ബി സിന്ന് മാറി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? എനിക്ക് ഇനി ഡബിൾ ബി കിട്ടില്ലേ? ഈ സ്മോൾ ബിയും ക്യാപിറ്റൽ ബിയും കൂടി ഞാൻ ചേർത്തെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്ഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഞാൻ എന്തേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? എ എ ബി ബി എന്ന് കിട്ടി അല്ലെ? അപ്പൊ എന്റെ ആദ്യത്തെ ഉത്തരത്തിന്റെ 4 എലമെന്റ്സ് എനിക്ക് കിട്ടി. ഇനി ഇതേ എനിക്ക് ഇവിടെ ലാസ്റ്റ് പ്രൊഡക്ഷനിൽ നോക്കിയാൽ ക്യാപിറ്റൽ സിയും സ്മോൾ സിയും കൂടെ എനിക്ക് എന്ത് തരും? 2 സ്മോൾ സി തരില്ലേ? അപ്പൊ ഞാൻ അതിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് ഈ പർട്ടിക്കുലർ ടൈപ്പ് 1 ഗ്രാമർ എന്ത് തരുന്നു? എ എ ബി ബി സി സി എന്ന് പറയുന്ന എന്റെ സ്ട്രിങ്ങിനെ ഇത് എനിക്ക് ഇവിടെ തരുന്നു അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻസ് തന്നാൽ ഒരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യുന്നത്. നമുക്ക് ഫൈനൽ ആൻസർ എപ്പോഴും സെറ്റ് ഓഫ് ടെർമിനൽസ് തന്നെ ആയിരിക്കും. അത് ലെറ്റേഴ്സ് തന്നെ മാത്രമൊന്നുമില്ല, നമ്മുടെ പ്രൊഡക്ഷന്റെ അനുസരിച്ച് ഉത്തരം മാറും. പ്രൊഡക്ഷൻസിൽ സിമ്പിൾസ്, ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഉത്തരം മാറും. എന്താണോ നമുക്ക് കിട്ടേണ്ടത് ആ ഫൈനൽ ആൻസർ കിട്ടുക എന്നുള്ളത് ആണ് നമ്മുടെ ഡെറിവേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും അതിൽ നിന്നൊരു ഇൻപുട്ട് സ്ട്രിങ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കും. അപ്പൊ ഇനി അടുത്ത് നമുക്ക് ടൈപ്പ് 2 നോക്കാം അല്ലെ? അപ്പൊ ടൈപ്പ് 2നകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൽഫ ഗിവ്സ് ബീറ്റ ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇടതുവശത്തെ എണ്ണം എന്ന് പറയുന്നത്, മോഡുലസ് എന്ന് പറയുന്നത് എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് കേട്ടോ. ഇടതുവശത്തെ എണ്ണം എന്ന് പറയുന്നത് വലതുവശത്തെ എലമെന്റ്സിന്റെ എണ്ണത്തിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കണം. അതുപോലെ തന്നെ ഇടതുവശത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് നോൺ ടെർമിനൽസ് മാത്രമായിരിക്കണം. അതാണ് നമ്മുടെ ടൈപ്പ് 2 ഗ്രാമറിന്റെ കണ്ടീഷൻസ് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ തന്നിരിക്കുന്നത് CFG ടൈപ്പ് 2 ഗ്രാമർ ആണോ? ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ആൽഫ ഗിവ്സ് ബീറ്റ ഫോർമാറ്റിലാണോ എന്ന് നോക്കാം. ആണല്ലേ? ഇവിടെ ഒരു ആൽഫ, ഇപ്പുറത്തുള്ള എല്ലാ എലമെന്റ്സും ബീറ്റ. അപ്പൊ ആൽഫ ഗിവ്സ് ബീറ്റ ഫോർമാറ്റിൽ ആണ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇടതുവശം ഇതാണ് എന്റെ ആൽഫ, ഇതാണ് എന്റെ ബീറ്റ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഇടതുവശത്തെ എണ്ണം എന്ന് പറയുന്നത് വലതുവശത്തെ എണ്ണത്തിനേക്കാൾ കുറവായിരിക്കണം. ഇവിടെ 3 എലമെന്റ് ഉണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ 3 എലമെന്റ് ഉണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ 2 സൈഡും തുല്യമാണ് അല്ലെ? അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത് എന്താ പറയുന്നത്? മൂന്നാമത് പറയുന്നത് ഇടതുവശത്തെ എലമെന്റ് എന്ന് പറയുന്നത് നോൺ ടെർമിനൽസ് മാത്രമായിരിക്കണം. എല്ലാ പ്രൊഡക്ഷന്റെ ഇടതുവശത്തെ എലമെന്റും നോൺ ടെർമിനൽ മാത്രമല്ലേ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലേ? ആണ്. അപ്പൊ നമ്മുടെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. തന്ന പ്രൊഡക്ഷൻസ് എന്താണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ്, CFG ആണ്, ടൈപ്പ് 2 ഗ്രാമർ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്ക് പറഞ്ഞിരിക്കുന്ന A ക്യൂബ് B A ക്യൂബ് എന്ന് പറഞ്ഞ ഈ സ്ട്രിങ്ങിനെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് പ്രൊഡക്ഷൻ എടുത്തു. സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ആദ്യത്തെ പ്രൊഡക്ഷൻ, ആദ്യം കിടക്കുന്ന പ്രൊഡക്ഷൻ എന്താണ്? S gives A C A ആണ്. അപ്പൊ എനിക്ക് അങ്ങറ്റത്തെ ഇങ്ങറ്റത്തെ 2 എൻഡിലെയും ഓരോ A വീതം ഉണ്ട്. ഇനി 2 Aയും ഒരു Bയും കൂടെ കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? സിയുടെ പ്രൊഡക്ഷൻ, സി എന്ന് പറയുന്ന നോൺ ടെർമിനലിന്റെ സ്ഥാനത്ത് ACA എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് 2 Aയും 2 A ഇപ്പുറത്തെ എൻഡിലും കിട്ടി. ഇനി ഒരു Aയും കൂടെ വേണം അല്ലെ 2 സൈഡിലും. അടുത്ത് വീണ്ടും അതേ പ്രൊഡക്ഷൻ തന്നെ
ഞാൻ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് 3Aയും 2 വശത്തായിട്ട് കിട്ടി. ഇനി ഒരു B ആണുള്ളത് കിട്ടാൻ. അപ്പൊ ദേ ഇവിടെ ബിയുടെ പ്രൊഡക്ഷൻ C gives B എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് 3Aയും ഒരു Bയും അടുത്തൊരു 3Aയും കൂടെ കിട്ടി. അപ്പൊ അതെ ഫൈനലി ഞാൻ അതിനെ A³ BA³ എന്ന് എഴുതി. ഇങ്ങനെയാണ് നമ്മുടെ ടൈപ്പ് 2 ഗ്രാമർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് 3 ഗ്രാമർ ആണ്. ടൈപ്പ് 3 ഗ്രാമറിലും ആദ്യം പറഞ്ഞ കണ്ടീഷൻസ് ടൈപ്പ് 2 ഗ്രാമറിന് തന്നെയാണ്. എന്താണ്? ആൽഫ ഗിവ്സ് ബീറ്റ ഫോർമാറ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഇടതുവശത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം വലതുവശത്തുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിനേക്കാൾ തുല്യമോ കുറവോ ആയിരിക്കണം. അതുപോലെ ഇടതുവശത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് നോൺ ടെർമിനൽ ആയിരിക്കണം. ഇനി ഇവിടെ എക്സ്ട്രാ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ വലതുവശത്ത് കിടക്കുന്ന ബീറ്റ എന്ന് പറയുന്ന എലമെന്റ് ഇനി പറയുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിർബന്ധമായിട്ടും ഒരു ടെർമിനൽ ആയിരിക്കണം, അതിനുശേഷം നിർബന്ധമായും ഒരു നോൺ ടെർമിനൽ ആയിരിക്കണം. ആദ്യത്തെ 2 എലമെന്റ്സ് ഈ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. അതിനുശേഷം എലമെന്റ്സ് ഉണ്ടെങ്കിലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, അത് ടെർമിനൽ ആയാലും ശരി നോൺ ടെർമിനൽ ആയാലും ശരി ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒന്നുകിൽ ആദ്യത്തേതൊരു ടെർമിനൽ രണ്ടാമത്തേതൊരു നോൺ ടെർമിനൽ ആ ഫോർമാറ്റിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ടെർമിനൽ മാത്രമേ ആവാൻ പാടുള്ളൂ. എ എന്ന് പറയുന്ന ലെറ്റർ തന്നെ വരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ടെർമിനൽ, അത് സ്പെഷ്യൽ സിംബൽസോ ഡിജിറ്റ്സോ നമ്മുടെ പ്രൊഡക്ഷനിൽ എന്താണോ സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ ഒരു ടെർമിനലിന്റെ സ്ഥാനത്ത് വരുന്നത് അത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മുടെ ചോദ്യം ഇതാണ്, തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് എന്താണോ നമുക്ക് നോക്കണം. ടൈപ്പ് 3 ഗ്രാമർ ആണോ നോക്കണം. ടൈപ്പ് 3 ഗ്രാമറിന്റെ മറ്റൊരു പേര് റെഗുലർ ഗ്രാമർ എന്നാണ്. അപ്പൊ നമ്മളിവിടെ ആൽഫ ഗിവ്സ് ബീറ്റ ഫോർമാറ്റിലാണോ നോക്കി. തീർച്ചയായിട്ടും ആൽഫ ഗിവ്സ് ബീറ്റ ഫോർമാറ്റിലാണ്. അത് ശരി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. ഇടതുവശത്തെ എലമെന്റ്സിന്റെ എണ്ണം വലതുവശത്തുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിനെക്കാട്ടിലും കുറവായിരിക്കണം. ആണല്ലോ. ഇവിടെ ഒരു എലമെന്റ്, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. ഇടത് സൈഡിലെല്ലാം ഒരൊറ്റ എലമെന്റ് വീതമേ ഉള്ളൂ. വലത് സൈഡിൽ എണ്ണത്തിൽ കൂടുതലുണ്ട്. ലാസ്റ്റ് പ്രൊഡക്ഷനിൽ തുല്യമാണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ഇടതുവശത്തെ എലമെന്റ് നോൺ ടെർമിനൽ ആയിരിക്കണം. അപ്പൊ ഇടതുവശത്തെ എലമെന്റ് നോൺ ടെർമിനൽ ആണോ? എല്ലാ പ്രൊഡക്ഷന്റെ ഇടതുവശത്തെ എലമെന്റ്സും നോൺ ടെർമിനൽ ആണ്. ഇനി അടുത്ത മെയിൻ കണ്ടീഷൻ വലതുഭാഗത്ത് എന്താണ്? ആദ്യം ഒരു ടെർമിനൽ രണ്ടാമതൊരു നോൺ ടെർമിനൽ, അതല്ലെങ്കിൽ ഒരു ടെർമിനൽ മാത്രം. അല്ലെ? ഇത് നോക്കിയേ, ആദ്യം ഒരു ടെർമിനൽ രണ്ടാമതൊരു നോൺ ടെർമിനൽ, ആദ്യം ഒരു ടെർമിനൽ രണ്ടാമതൊരു നോൺ ടെർമിനൽ. ഈ പ്രൊഡക്ഷനിലും അങ്ങനെ തന്നെയാണ്, ഈ പ്രൊഡക്ഷനിലും അങ്ങനെ തന്നെയാണ്. ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു ടെർമിനൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെന്താണ്? തീർച്ചയായിട്ടും ഇത് ഒരു റെഗുലർ ഗ്രാമർ ആണ്, ടൈപ്പ് 3 ഗ്രാമർ ആണ് അല്ലെ. അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A³ BA² ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് പ്രൊഡക്ഷൻ എടുത്തു. സ്റ്റാർട്ട് പ്രൊഡക്ഷൻ എടുത്തതിന് ശേഷം അപ്പൊ അതിൽ ഒരു A ഉണ്ട്, ബാക്കി എലമെന്റ്സിനെ കണ്ടുപിടിക്കണം. എസിന്റെ സ്ഥാനത്ത് വീണ്ടും ആ പ്രൊഡക്ഷനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് അലൗഡ് ആണ് കേട്ടോ. അപ്പൊ എസിന്റെ സ്ഥാനത്ത് വീണ്ടും എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ആദ്യത്തെ എയില് 3 എണ്ണത്തിൽ 2 എണ്ണം കിട്ടി. അപ്പോ ഇനി ഞാൻ അടുത്ത് എനിക്ക് ബി കിട്ടണം. അപ്പൊ അതിന് എന്ത് ചെയ്താൽ കിട്ടും എന്ന് നോക്കി. അപ്പൊ എന്ത് ചെയ്താൽ കിട്ടും? എസിന് എ ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൊടുത്താൽ എനിക്ക് ബി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് ഞാൻ ഈ എസിന് എ ബി എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ബിയുടെ പ്രൊഡക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടി. അപ്പൊ ബിയുടെ പ്രൊഡക്ഷനിൽ ബി സി ഉണ്ടായിരുന്നു, ഞാൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് A³ B വരെ കിട്ടി അല്ലെ. ഇനി കിട്ടേണ്ടത് എന്താണ്? A² ആണ്. അപ്പൊ സിയുടെ ദേ പ്രൊഡക്ഷൻ കണ്ടോ, AC. അപ്പൊ ഞാൻ അടുത്ത് സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു A കിട്ടി ബി കഴിഞ്ഞിട്ട്. ഇനി സിക്ക് ലാസ്റ്റ് ദേ ഇവിടെ ഒരു A കിടപ്പില്ലേ, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ അതിനെയും കൂടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് 3 Aയും ഒരു ബിയും വീണ്ടും 2 A കൂടെ കിട്ടി. അപ്പൊ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തു? A³ BA² എന്നുള്ള വാല്യൂ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് 3 ഗ്രാമർ ആണോ അല്ലയോ എന്നൊക്കെ നോക്കി
ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡെറിവേഷനും പാഴ്സ് ട്രീയും എന്താണ് എന്നുള്ളതാണ്. നമ്മളിപ്പോ ചെയ്തില്ലേ, കുറെ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസിനെ മറ്റൊരു പ്രൊഡക്ഷനിൽ നോൺ ടെർമിനലിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഉത്തരം കണ്ടെത്തി. ലാസ്റ്റ് ടെർമിനൽസ് മാത്രമുള്ള ഒരു എക്സ്പാൻഷൻ കിട്ടിയില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെറിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലുള്ള ഡെറിവേഷൻ ഉണ്ട്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ അതിന്റെ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്തു വന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ആണ്. അതായത് ഇപ്പൊ എ ഗിവ്സ് ബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എ ഗിവ്സ് ബി എന്ന് പറയുന്ന പ്രൊഡക്ഷനിൽ നമുക്ക് ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സ്ഥലം. അവിടെയല്ലേ നമ്മളിപ്പോ ഇത്രയും നേരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ആരോയോട് ചേർന്ന് കിടക്കുന്ന ആദ്യ ഭാഗം, അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷന്റെ ഏറ്റവും എക്സ്ട്രീം എൻഡ്, റൈറ്റ് എൻഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് തുടങ്ങുന്നതിനെയാണ് നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി പാഴ്സ് ട്രീ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോ ഡിറൈവ് ചെയ്ത് വെച്ചതിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. അതിന്റെ ഇന്റീരിയർ നോട്ട്സിനെ നമ്മൾ നോൺ ടെർമിനൽ കൊണ്ടും ചൈൽഡ് നോട്ട്സിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സിംബൽസ് വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ പ്രോബ്ലം ചെയ്യുന്നുണ്ട്, എക്സാമ്പിൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഡെറിവേഷന്റെയും പ്രോബ്ലത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇനി അടുത്ത് നമുക്ക് ആംബിഗ്യൂറ്റി എന്താണ് എന്ന് നോക്കാം. ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമർ ഒന്നിൽ കൂടുതൽ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ആംബിഗ്വസ് എന്ന് പറയും. നമുക്ക് ഒന്നുകിൽ ലെഫ്റ്റ് മോസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഡിറൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഡിറൈവ് ചെയ്യുമ്പോൾ ഒരേ ഉത്തരത്തിന് രണ്ട് രീതിയിലുള്ള റെപ്രസെന്റേഷൻ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ആംബിഗ്വിറ്റി എന്ന് പറയുന്നു. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.